എല്ലാവർക്കും ആത്മനമസ്കാരം. ദേവീ മാഹാത്മ്യം വിധിപ്രകാരം പാരായണം ചെയ്യുമ്പോൾ ആദ്യം ദേവീ കവചമാണ് ജപിക്കേണ്ടത്. ഇന്ന് നമുക്ക് ദേവീ കവചം അർത്ഥസഹിതം മനസ്സിലാക്കാം. ശ്രീ ഗണേശായ നമഃ. ശ്രീ സരസ്വത്യേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ കുലദേവതായേ നമഃ. അവിഘ്നമസ്തു. ദേവീ കവചം. മാർക്കണ്ഡേയ ഉവാച. മാർക്കണ്ഡേയ മഹർഷി ചോദിക്കുന്നു. ബ്രഹ്മാവിനോടാണ് ചോദിക്കുന്നത്. പിതാമഹനായ ബ്രഹ്മദേവനോട് മാർക്കണ്ഡേയ മഹർഷി ചോദിക്കുന്നു. യത് ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന യത് ന കസ്യജിത് ആഖ്യാതം തത് മേ ബ്രൂഹി പിതാമഹ. യത് ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന കസ്യജിത് ആഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ. ഹേ പിതാമഹ, അല്ലയോ ബ്രഹ്മദേവ. മാർക്കണ്ഡേയ മഹർഷി വിളിക്കുകയാണ്. അല്ലയോ പിതാമഹനായ ബ്രഹ്മദേവ, ലോകേ ഈ ലോകത്തിൽ, യത് ഗുഹ്യം, ഗുഹ്യം എന്ന് വെച്ചാൽ രഹസ്യമായത്, ഏതാണോ അതീവ രഹസ്യമായതും, പരമം എന്ന് വെച്ചാൽ വളരെ ശ്രേഷ്ഠമായതും, സർവരക്ഷാകരം നൃണാം എല്ലാവർക്കും ഉപകാരപ്രദമായതും, എല്ലാവരുടെ രക്ഷയ്ക്കുതകുന്നതും, യത് ന കസ്യജിത് ആഖ്യാതം, യത് ഏതൊന്നാണോ, കസ്യജിത്ത് ഇതുവരെ ആർക്കും, ന ആഖ്യാതം പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തതുമായ, തത് എന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിൽ ഒരു മന്ത്രമുണ്ടെങ്കിൽ അതിനെ മേ ബ്രൂഹി എനിക്കായി അങ്ങ് പറഞ്ഞു തന്നാലും എന്ന്. അപ്പൊ മാർക്കണ്ഡേയ മഹർഷി വരാൻ പോകുന്ന ആ കലിയുഗത്തിലെ സർവചരാചരങ്ങളുടെയും ദുഃഖത്തെയും ദുരിതങ്ങളെയും ഒക്കെ ഓർത്തിട്ട് മനുഷ്യന് എല്ലാവർക്കും ഒരു സുഖത്തെ, ശാന്തിയെ നൽകുന്ന എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെങ്കിൽ, ഒരു മാർഗമുണ്ടെങ്കിൽ അത് അതീവ ശ്രേഷ്ഠവും, ഇതുവരെ ആരും ഇങ്ങനെ ഒരു ചോദ്യം ബ്രഹ്മദേവനോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ബ്രഹ്മദേവന് ഈ ഒരു കാര്യം ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസരം കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് മാർക്കണ്ഡേയ മഹർഷി ചോദിക്കുന്നത്. അതും ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടോ അല്ല. ഇനി വരാൻ പോകുന്ന യുഗം, ഈ കലിയുഗത്തിലെ സർവചരാചരങ്ങളുടെയും ശാന്തി, അതാണ് ഈ ലോകത്തിന്റെ ശാന്തിക്കും നന്മയ്ക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും അതീവ ശ്രേഷ്ഠവും രഹസ്യവും ഇന്നുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തതും ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ എന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിൽ ഒരു മന്ത്രമുണ്ടെങ്കിൽ അങ്ങ് അത് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് മാർക്കണ്ഡേയ മഹർഷി ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുകയാണ്. ബ്രഹ്മോവാച. ബ്രഹ്മദേവൻ മാർക്കണ്ഡേയ മഹർഷിയോട് മറുപടി പറയുന്നു. അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം സർവഭൂത ഉപകാരകം ദേവ്യാസ്തു ദേവ്യാഹ തു കവചം പുണ്യം തത് ശൃണുഷ്വ മഹാമുനെ തത് ശൃണുഷ്വ മഹാമുനെ. അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം തത് ശൃണുഷ്വ മഹാമുനെ. ഹേ വിപ്ര, ബ്രഹ്മദേവൻ വിളിക്കുകയാണ് മാർക്കണ്ഡേയ മഹർഷിയെ. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഗുഹ്യതമം അതീവ രഹസ്യമായതും, സർവഭൂത ഉപകാരകം ലോകത്തിലെ സർവചരാചരങ്ങൾക്കും ഉപകാരമായിട്ടുള്ളതും, പുണ്യം ഏറ്റവും പുണ്യം നിറഞ്ഞതുമായ ദേവ്യാസ്തു കവചം ദേവ്യാഹാത്തു കവചം ദേവീ കവചം എന്നൊന്ന് അസ്തി ഉണ്ട്. തത് ശൃണുഷ്വ അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക മഹാമുനി. അല്ലയോ മഹാമുനെ, അതീവ രഹസ്യമായതും സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് ഉതകുന്നതും എല്ലാവർക്കും ഉപകാരപ്രദമായതും ഏറ്റവും പുണ്യം നിറഞ്ഞതുമായ ദേവീ കവചം എന്നൊരു മന്ത്രമുണ്ട്. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി
ചതുർത്ഥകം. പഞ്ചമം സ്കന്ദമാദേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം. നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത, ഉക്താന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മനഃ. പ്രഥമം ശൈലപുത്രി ഇതി, അതായത് ഒന്നാമതായി ബ്രഹ്മദേവൻ പറയാണ് ആ ദേവിയെ ഒന്നാമതായി ശൈലപുത്രി ഇതി, ശൈലപുത്രി എന്നും, ദ്വിതീയം രണ്ടാമതായി ബ്രഹ്മചാരിണി എന്നും, തൃതീയം മൂന്നാമതായി ചന്ദ്രഖണ്ഡ എന്നും, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, അതായത് ചതുർത്ഥകം നാലാമതായി കൂഷ്മാണ്ഡ ഇതി എന്നാൽ എന്നും, അപ്പൊ കൂഷ്മാണ്ഡ എന്നും. പഞ്ചമം അഞ്ചാമതായി സ്കന്ദമാത എന്നും. ഷഷ്ടം ആറാമതായി കാത്യായനി എന്നും. സപ്തമം ഏഴാമതായി കാളരാത്രി എന്നും. അഷ്ടമം എട്ടാമതായി മഹാഗൗരി എന്നും. നവമം ഒമ്പതാമതായി സിദ്ധിദ എന്നും, പ്രോക്ത എന്നാൽ പറയുന്നു, സിദ്ധിദ എന്നും ആ ദേവിയെ പറയുന്നു എന്ന്. ഒന്നാമതായി ശൈലപുത്രി പർവ്വതപുത്രി, ബ്രഹ്മചാരിണി രണ്ടാമതായി, മൂന്നാമതായി ചന്ദ്രഖണ്ഡ, നാലാമതായി കൂഷ്മാണ്ഡ, അഞ്ചാമതായി സ്കന്ദമാത, ആറാമതായി കാത്യായനി, ഏഴാമതായി കാളരാത്രി, എട്ടാമതായി മഹാഗൗരി, ഒമ്പതാമതായി സിദ്ധിദ എന്നും പ്രോക്ത പറയുന്നു. നവദുർഗാ പ്രകീർത്തിത, ഇങ്ങനെ 9 ദുർഗാ നാമങ്ങളിലാണ് ദേവി കീർത്തിക്കപ്പെടുന്നത്. മഹാത്മനാ ബ്രഹ്മണാ ഏവ, മഹാത്മാവായ ബ്രഹ്മാവിനാൽ തന്നെയാണ് ഇത്തരം നാമങ്ങൾ ഉക്താനി പറയപ്പെട്ടിട്ടുള്ളത് എന്ന്. അപ്പൊ ബ്രഹ്മദേവൻ തന്നെയാണ് ദേവിയെ നവദുർഗയായി 9 നാമങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നർത്ഥം. ദേവി കവചം ജപിക്കുന്ന സമയത്ത് ദേവിയുടെ ഈ 9 ഭാവങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സ് ആ 9 ഭാവങ്ങളിലേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് വേണം ദേവി കവചം ജപിക്കാൻ. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ ആദ്യം തന്നെ ദേവിയെ ഈ 9 നാമങ്ങളിൽ സ്തുതിച്ചത്. ഇനി ദേവി കവചം ജപിക്കുന്നത് കൊണ്ടുള്ള ഫലത്തെയാണ് ബ്രഹ്മദേവൻ പറയുന്നത്. അഗ്നിനാ ദഹ്യമാനാസ്തു ശത്രുമധ്യേ ഗദോരണേ, വിഷമേ ദുർഗമേ ചൈവ ഭയാർത്ത ശരണം ഗദാ, ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ, ന ആപദം തസ്യ പശ്യാമി ശോകദുഃഖ ഭയം നഹി. അഗ്നിനാ ദഹ്യമാനാസ്തു എന്നുള്ളത് ദഹ്യമാനഹാത്തു ശത്രുമധ്യേ ഗദോരണേ, വിഷമേ ദുർഗമേ ച ഏവ ഭയാർത്ത ശരണം ഗദാ, ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ, ന ആപദം തസ്യ പശ്യാമി ശോകദുഃഖ ഭയം നഹി. അതായത് അഗ്നിന ദഹ്യമാനാസ്തു, അഗ്നിക്കു നടുവിൽപ്പെട്ട് ദഹിക്കപ്പെടുമ്പോഴും, ശത്രുമധ്യേ ഗദോരണേ, യുദ്ധഭൂമിയിൽ ശത്രുക്കളുടെ നടുവിൽ അകപ്പെടുകയും ചെയ്യുമ്പോൾ, വിഷമേ ദുർഗമേ ച ഏവ തുടങ്ങിയ വിഷമാവസ്ഥകൾ അനുഭവിക്കുന്ന സമയത്ത്, ഭയാർത്തനായി അതായത് ഭയപ്പെട്ട്, ശരണം ഗത ആ ദേവിയെ ശരണമടയുന്നവർക്ക്, തേഷാം അവർക്ക്, ന ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ, രണസങ്കടേ എന്നാൽ ആ രണഭൂമിയിൽ ദേവിയെ അഭയം പ്രാപിച്ചവർക്ക്, കിഞ്ചിത് അശുഭം ന ജായതേ ഒരു അശുഭവും സംഭവിക്കുകയില്ല.
തസ്യ അവർക്ക് ന ആപദം പശ്യാമി, അതായത് ഒരു ആപത്തും സംഭവിക്കുകയില്ല. ശോക ദുഃഖ ഭയം നഹി, ഒരു ശോകമോ ദുഃഖമോ ഭയമോ അവർക്ക് ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ അഗ്നിക്ക് നടുവിൽ അകപ്പെട്ട് ദഹിക്കപ്പെടുമ്പോഴും യുദ്ധഭൂമിയിൽ ശത്രുക്കളുടെ മധ്യത്തിൽ അകപ്പെടുമ്പോഴും ഇതൊക്കെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അതായത് ജീവിതത്തിലെ ഈ ലോക ജീവിതത്തിലെ ഏതുവിധ വിഷമാവസ്ഥയെ തരണം ചെയ്യുന്ന സമയത്തും ഭയപ്പെട്ട് ദുഃഖിച്ച് ആകെ നിരാശയിൽ പോകുന്ന സമയത്ത് ആരാണോ ആ ദേവിയെ ശരണാഗതി അടയുന്നത്, ദേവിയുടെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടയുന്നത്, അവർക്ക് ആ രണഭൂമി എന്ന് വെച്ചാൽ ജീവിതമാകുന്ന ആ രണഭൂമിയിൽ ഒരിക്കലും അവർക്ക് അശുഭം സംഭവിക്കുകയില്ല, ഒരാപത്തും സംഭവിക്കുകയില്ല, ശോകമോ ദുഃഖമോ ഭയമോ അവർക്ക് ഉണ്ടാവുകയില്ല. യൈസ്തു ഭക്ത്യാ സ്മൃതാ ന്യൂനം തേഷാം ഋദ്ധി പ്രജായതേ. യൈഹി തു ഭക്ത്യാ സ്മൃതാ ന്യൂനം തേഷാം ഋദ്ധി പ്രജായതേ. യൈസ്തു എന്ന് വെച്ചാൽ ചിലർ, അല്ലെങ്കിൽ ആരാണോ ഭക്ത്യാ സ്മൃത ഭക്തിപൂർവം സ്മരിക്കുന്നത്, തേഷാം അവർക്ക് ഋദ്ധിം എല്ലാ ഐശ്വര്യങ്ങളും പ്രജായതേ ഉണ്ടാകും. ന്യൂനം എന്ന് വെച്ചാൽ നിശ്ചയമെന്ന്. അപ്പോൾ ആരാണോ ഈ ദേവിയെ മനസ്സിൽ ഇങ്ങനെ സ്മരിച്ച് ഈ ദേവീ കവചം ജപിക്കുന്നത്, അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും. അത് നിശ്ചയമെന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു. പ്രേതാ സംസ്ഥാ തു ചാമുണ്ട വാരാഹി മഹിഷാസന ഐന്ദ്രി ഗജസമാരൂഢ വൈഷ്ണവി ഗരുഡാസന മാഹേശ്വരി വൃഷാരൂഢ കൗമാരി ശിഖിവാഹന ബ്രാഹ്മി ഹംസസമാരൂഢ സർവാഭരണ ഭൂഷിത നാനാഭരണ ശോഭാഢ്യ നാനാരത്ന ഉപശോഭിത ദൃശ്യന്തേ രഥമാരൂഢ ദേവ്യാ ക്രോധ സമാകുല. ഇവിടെ ദേവിയുടെ വാഹനങ്ങളെയാണ് വർണ്ണിക്കുന്നത്. ചാമുണ്ട പ്രേതാസംസ്ഥാതു ചാമുണ്ട, ചാമുണ്ടാ ദേവി പ്രേതാസനത്തിൽ സ്ഥിതി ചെയ്യുന്നവളായും വാരാഹി മഹിഷാസനയായും, അതായത് വാരാഹി ദേവി പോത്തിന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നവളായും ഐന്ദ്രി ഗജസമാരൂഢയായും, അതായത് ഐന്ദ്രി ദേവി ഇന്ദ്രാണി ദേവി ഗജം ആനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നവളായും വൈഷ്ണവി ഗരുഡാസനയായും, അതായത് ഗരുഡനെ വാഹനമാക്കിയവളായും മാഹേശ്വരി വൃഷാരൂഢ മാഹേശ്വരി ദേവി വൃഷഭത്തെ ഇരിപ്പിടമാക്കിയവളായും കൗമാരി മയിൽ വാഹനയായും, കൗമാരി ദേവി മയിലിനെ വാഹനമാക്കിയവളായും ബ്രാഹ്മി ഹംസസമാരൂഢയായും, അതായത് ഹംസത്തെ വാഹനമാക്കിയവളായും സർവാഭരണ ഭൂഷിത സർവാഭരണ ഭൂഷിതകളായിട്ടാണ്, വിവിധ ആഭരണങ്ങൾ അണിഞ്ഞവളായും നാനാഭരണ ശോഭാഢ്യ നാനാരത്നങ്ങൾ കൊണ്ട് ശോഭിച്ചും നാനാരത്ന ഉപശോഭിത നിരവധി നാനാരത്നങ്ങൾ കൊണ്ട് ശോഭിച്ചും ക്രോധസമാകുല, അതായത് ദൈത്യന്മാരെ അസുരന്മാരെ കാണുമ്പോൾ അവരിൽ കോപാകുലയായും രഥമാരൂഢ രഥത്തിൽ ഇരിക്കുന്നവളായും, അതായത് ദൈത്യന്മാരോട് യുദ്ധം ചെയ്യാൻ രഥത്തിൽ പോകുന്നവളായും ദേവി ആ ദൃശ്യന്തേ ആ ദേവിയെ കാണപ്പെടുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ചാമുണ്ടാദേവി പ്രേതാസനത്തിൽ സ്ഥിതി ചെയ്യുന്നവളും വാരാഹി മഹിഷാസനയായും ഐന്ദ്രി ഇന്ദ്രാണി ദേവി ഗജസമാരൂഢയായും വൈഷ്ണവി ദേവി ഗരുഡാസനയായും മാഹേശ്വരി ദേവി വൃഷാരൂഢയായും കൗമാരി ദേവി മയിൽ വാഹനയായും ബ്രാഹ്മി ദേവി ഹംസസമാരൂഢയായും വിവിധ ആഭരണങ്ങൾ അണിഞ്ഞും നാനാരത്നങ്ങൾ കൊണ്ട് ശോഭിച്ചും അതുപോലെ രഥാരൂഢകളായും രഥത്തിലിരിക്കുന്നവരായും ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ കോപമുള്ളവരായും ഈ ദേവിയെ കാണപ്പെടുന്നു എന്ന്. ഈ 7 ദേവിമാരാണ് സപ്തമാതൃക്കൾ എന്ന് അറിയപ്പെടുന്നത്. ശംഖം ചക്രം ഗദാം ശക്തിം ഹലം ച മുസലായുധം ഖേടകം തോമരം
ചൈവ ചയേവ പരശും പാശമേവ ച കുന്ദായുധം ത്രിശൂലം ച ശാർങ്ങായുധം അനുത്തമം ദൈത്യാനാം ദേഹനാശായ ഭക്താനാം അഭയായ ച ധാരയന്ത്യായുധാനീത്തം ധാരയന്തി ആയുധാനി ഇത്തം ദേവാനാം ച ഹിതായ വൈ. ഇവിടെ ആ ദേവിയുടെ കയ്യിലെ സപ്തമാതൃക്കളുടെ കയ്യിലെ ആയുധങ്ങളെ കുറിച്ചാണ് ഈ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. ദൈത്യാനാം ദേഹനാശായ അസുരന്മാരെ സംഹരിക്കുവാനും ഭക്താനാം അഭയായ ച ഭക്തന്മാർക്ക് അഭയം നൽകുവാനും ദേവാനാം ച ഹിതായ വൈ ദേവന്മാർക്ക് ഹിതമായത് ചെയ്യുന്നതിനും വേണ്ടി ആ ദേവി ശംഖ്, ചക്രം, ഗദ, ശക്തി എന്നാൽ വേല്, ഹലം എന്നാൽ കലപ്പ, മുസലായുധം എന്നാൽ ഇരുമ്പുലയ്ക്ക, ഖേടകം എന്നാൽ പരിച, തോമരം, പരശും കോടാലി, പാശം കയറ് മുതലായവയും, കുന്തായുധം കുന്തം, ത്രിശൂലം ശാർങ്ങായുധം അനുത്തമം ഏറ്റവും ഉത്തമമായ ശാർങ്ങായുധം തുടങ്ങിയ ഇത്തം ആയുധാനി ഇപ്രകാരമുള്ള ആയുധങ്ങളെ ധാരയന്തി ധരിക്കുന്നു എന്ന്. അപ്പൊ അസുരന്മാരെ സംഹരിക്കുവാനും ഭക്തന്മാരെ സംരക്ഷിക്കുവാനും ദേവന്മാർക്ക് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും നിയന്ത്രിക്കുന്ന ദേവന്മാർക്ക് ഹിതമായത് ചെയ്യുന്നതിനു വേണ്ടിയും ശംഖ്, ചക്രം, ഗദ, ശക്തി, കലപ്പ, ഇരുമ്പുലയ്ക്ക, പരിചം, തോമരം, കോടാലി, കയറ്, കുന്തം, ത്രിശൂലം, ഉത്തമമായ ശാർങ്ങായുധം തുടങ്ങിയ ആയുധങ്ങളെല്ലാം ദേവി ആ സപ്തമാതൃക്കൾ ധരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ ദോഷമാക്കുന്ന രീതിയിൽ ഇവിടെ അധർമ്മം പെരുകുമ്പോൾ ആ പ്രകൃതി തന്നെ പല പല അവതാരങ്ങളെടുത്ത് നിരവധി ആയുധങ്ങളും കയ്യിലേന്തി ആ അധർമ്മത്തെ നശിപ്പിക്കാനായിട്ട് ഇവിടെ അവതരിക്കുന്നു എന്നാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.